നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ്. അവിടെ മമതാ ബാനർജി ഒറ്റയ്ക്ക് പൊരുതി നേടിയ വിജയം. മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ ഒരു അവിഭാജ്യ ഘടകമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അതിന് ഇനിയും ഉത്തരമില്ല. ചില സമയങ്ങളിൽ മമത പറയും ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന്. ഇന്ത്യ മുന്നണിക്ക് പേരിട്ടത് പോലും മമതാ ബാനർജിയാണ്. പക്ഷേ ചില അവസരങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ സുപ്രധാന യോഗങ്ങൾ പോലും മമത പങ്കെടുക്കാറില്ല. ചിലപ്പോൾ മമത പറയും ഞാൻ തനിച്ചാണ്, ഈ CPM ഉം കോൺഗ്രസും ഒന്നും എൻ്റെ കൂടെ ഉള്ളവരല്ല എന്ന്. അത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ സീറ്റ് വിഭജന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്തപ്പോൾ മമത മുന്നോട്ട് വെച്ച ഡിമാൻഡ് കോൺഗ്രസിന് ഞാൻ 2 സീറ്റ് തരും, ഇതിൽ 1 സീറ്റ് വേണമെങ്കിൽ നിങ്ങൾ CPM കൊടുക്കുക, അതല്ലാതെ ഞാൻ CPM നേരിട്ട് സീറ്റ് ഒന്നും കൊടുക്കുകയില്ല എന്ന്. പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ് നേതാവായ പാർലമെൻറ്റിലെ കോൺഗ്രസിൻ്റെ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൗധരിയും മമതയുമായി അത്ര നല്ല സ്വരച്ചേർച്ചയിലുമായിരുന്നില്ല. ഇരുവരും തമ്മിൽ പലപ്പോഴും വാക്യുദ്ധങ്ങളും ഉണ്ടാകാറുണ്ടായിരുന്നു. ഏതായാലും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് മമത തീരുമാനിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 29 സീറ്റിൽ, അതായത് 42 മൊത്തം സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ 29 സീറ്റുകളിൽ മമതയുടെ സ്ഥാനാർത്ഥികൾ വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞു എന്ന് മാത്രവുമല്ല, ഏതാണ്ട് 2-3 സീറ്റുകൾ ഒരുപക്ഷെ കൂടുതൽ നേടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മമത ഇത് ഒറ്റയ്ക്ക് പൊരുതി നേടിയ വിജയം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. CPM നിലവിൽ പശ്ചിമ ബംഗാളിൽ ഒരു MLA പോലും ഇല്ല എന്നുള്ളത് ഓർക്കണം. ഇക്കുറി ഇലക്ഷന് ഒരു MP ലഭിക്കാൻ സാധ്യതയുമില്ല. കോൺഗ്രസിൻ്റെ നിലയും അങ്ങേറ്റം പരിതാപകരമാണ്. മമതയെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിനും തൻ്റേതായ നിലപാടുകളുള്ള ഇന്ത്യയിലെ അപൂർവ നേതാക്കളിൽ ഒരാളാണ്. കോൺഗ്രസിൽ നിന്ന് അവർ പുറത്തു പോകുന്നതിന് പോലും കാരണമായതും ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം. നെഹ്റു കുടുംബം ഏറ്റവും ഭയപ്പെട്ടിരുന്ന, തങ്ങൾക്ക് നാളെ ഭീഷണിയാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് മമതാ ബാനർജി. ഏതായാലും ഇക്കുറി തെരഞ്ഞെടുപ്പിന് അതിശക്തമായി തന്നെ മമത രംഗത്തിറങ്ങി. അവർ പൊരുതി നേടുകയും ചെയ്തു. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 18 സീറ്റുകൾ നേടിയ പശ്ചിമ ബംഗാളിൽ ഇക്കുറി അതിൻ്റെ പകുതിയിലും താഴേക്ക് പോകേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതൊക്കെ തന്നെ മമത ഒറ്റയ്ക്ക് നേടിയ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഉപരാഷ്ട്രപതി ആയിരിക്കുന്ന, നേരത്തെ അവിടെ പശ്ചിമ ബംഗാളിലെ ഗവർണറായിരുന്ന ജഗദീപ് ധൻഖറുമായി മമത ഏറ്റുമുട്ടിയതൊക്കെ തന്നെ അന്ന് വലിയ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പോലും നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ധൈര്യവും തൻ്റെ ഇടവും കാട്ടിയ ഇന്ത്യയിലെ അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് മമതാ ബാനർജി. മമതയുടെ ഈ ഒരു ധൈര്യവും തൻ്റെ ഇടവും ഒക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇക്കുറി തെരഞ്ഞെടുപ്പിന് ഇത്രയും വലിയൊരു വിജയം സമ്മാനിക്കാനും കാരണമായത്. മമത പ്രധാനമന്ത്രി സ്ഥാനമോഹിയാണ് എന്ന് പലരും ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ നിതീഷ് കുമാറിനെ വേണമെങ്കിൽ പ്രധാനമന്ത്രിയായി പോലും താൻ അംഗീകരിക്കാം എന്ന രീതിയിലേക്ക് അവർ ഒരു നിലപാടെടുത്തതായി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും അത് ഫലപ്രദമായി മുന്നിൽ കൊണ്ടുവരാനൊക്കെ തന്നെ മമതയെ പോലുള്ള നേതാവിനെ സംബന്ധിച്ച് അസാമാന്യമായ കഴിവ് തന്നെയാണ് അവർക്കുള്ളത്. എപ്പോഴും എല്ലാ കാര്യങ്ങളോടും ശക്തമായ തോതിൽ പ്രതികരിക്കുന്ന മമത രാഷ്ട്രീയത്തിൽ ഒരു അനുയോജ്യ ആളാണെന്ന് പോലും പലപ്പോഴും നമ്മൾ സംശയിക്കാറുണ്ടായിരുന്നു. അത്രയും കർശനമായിരുന്നു അവരുടെ നിലപാടുകൾ. പക്ഷേ ഏതായാലും അതിന് വളരെ കൃത്യമായ മറുപടി, അതല്ലെങ്കിൽ മമത വിജയിച്ചത് തന്നെ ജനങ്ങളുടെ അംഗീകാരം കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. പശ്ചിമ ബംഗാളിൽ പതിറ്റാണ്ടുകൾ ഭരിച്ച CPM ഒന്നുമല്ലാതാക്കിയതിൽ മമത വഹിച്ച പങ്ക് വളരെ വലുതാണ്. കോൺഗ്രസിനും ഇപ്പോൾ അവിടെ പ്രസക്തിയില്ല. ഒരുപക്ഷെ മമതാ ബാനർജി കോൺഗ്രസ് തന്നെ തുടർന്നിരുന്നു എങ്കിൽ പണ്ട് സിദ്ധാർത്ഥ ശങ്കറിനെയൊക്കെ ഭരിച്ചിരുന്നത് പോലെ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന് ഒരുപക്ഷെ ഭരണം ലഭിക്കുമായിരുന്നു. പക്ഷേ മമത കഴിവ് കൂടിയ ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നെഹ്റു കുടുംബം അവരെ അവഗണിക്കുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിലേക്ക് തന്നെ എത്തിച്ചത്. എന്താണെങ്കിലും ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഈ ദിവസം മമതയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ ദിവസം തന്നെയാണ്. കാരണം ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഇത്രയും സീറ്റുകൾ നേടി എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. ഒപ്പം BJPയെ സ്വന്തം സംസ്ഥാനത്ത് നന്നായി നേരിടാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ്. മമതയെ സംബന്ധിച്ച് അവർ വളരെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളും അതിലെ നിലപാടുകളുമൊക്കെ തന്നെയാണ് മമതയെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേറെ വ്യത്യസ്തയാക്കുന്നത്. ഒരുപക്ഷെ നാളെ ഇന്ത്യ മുന്നണിക്ക് ഭരണം ലഭിച്ചാൽ അതിൽ തൃണമൂൽ കോൺഗ്രസിന് സുപ്രധാനമായ റോള് കാണും എന്നുള്ളത് ഉറപ്പാണ്. മമത ഒരിക്കലും ഒരുപക്ഷെ കേന്ദ്ര മന്ത്രിസഭയുടെ മന്ത്രിയായി ചേരില്ലായിരിക്കാം. കാരണം പശ്ചിമ ബംഗാൾ വിട്ടുപോകുന്നത് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതല്ല എന്ന് വ്യക്തമായി അവർക്ക് അറിയാമായിരിക്കുകയും ചെയ്യും. എങ്കിലും മമതാ ബാനർജി ഇന്നത്തെ ഈ വർത്തമാനകാല ദേശീയ രാഷ്ട്രീയത്തിൽ തീർച്ചയായും ആർക്കും മാറ്റി നിർത്താനാകാത്ത ഒരു ശക്തിയാണെന്ന് അവർ തെളിയിക്കുക തന്നെ ചെയ്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ.